നമ്മുടെ ആഗ്രഹങ്ങളാണല്ലോ നമ്മളെ എത്തിക്കുക. പലർക്കും ഉള്ളതാണ്. അതായത് ഇപ്പം 1-2 ഇന്റർവ്യൂ പോയി കിട്ടാതെ വരുമ്പോഴത്തേന് സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും. എത്ര നോക്കിയിട്ടും ശ്രമിക്കുന്നില്ല, ചിലപ്പോൾ ഇത് നമ്മുടെ ഫീൽഡ് അല്ല എന്ന് വെച്ചിട്ട് തിരിഞ്ഞിട്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓരോ പ്രാവശ്യം വരുന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം പോയിക്കൊണ്ടിരിക്കുക, നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നുണ്ടെന്നുള്ളത്. ജുബേർ സാറിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്, ക്ലാസ് എന്നല്ല, നമുക്കൊരു സെക്ഷനുണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് സെലക്റ്റീവായിട്ടുള്ള കരിയർ അച്ചീവ്മെൻറ്റ് നേടണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് ആൾക്കാരൊരു ഗ്രൂപ്പാണ്. എനിക്ക് ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ എത്താൻ സാറിൻ്റെ നല്ല രീതിയിൽ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അനശ്വരയെ കുറിച്ച് അറിയുന്നതിന് മുന്നേ ഞാൻ ടീമിലുള്ള എല്ലാവരും പറയായിരുന്നു, നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, 2 സ്ഥലത്ത് ആൾക്ക് ഇൻ്റർവ്യൂ കോള് വന്നിട്ടുണ്ടായിരുന്നു, ആൾ 2ഇടത്തും അറ്റൻഡ് ചെയ്തു, കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ആൾക്ക് 2ൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്താൽ മതി എന്നുള്ള ഒരുപാട് ന്യൂസ് ഞാൻ ഇൻ്റർവ്യൂ തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് എത്തരത്തിലായിരുന്നു? ഇത് 2 ഇൻ്റർവ്യൂസ് കിട്ടിയപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടാവും. അപ്പം ഫാമിലിയിലും അത് ഒരു വളരെ പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരിക്കും. അപ്പം അത് ആ ഒരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസിനെ കുറിച്ചൊന്ന് പറയാം. കാരണം നമ്മുടെ സ്റ്റുഡൻസിനാണെങ്കിലും ഇനി മുന്നോട്ട് വരുന്നവർക്കാണെങ്കിലും അതൊരു പ്രചോദനമായിരിക്കും. ഞാൻ ആദ്യം CV എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള CV അല്ലായിരുന്നു. പക്ഷെ നമുക്ക് എൻട്രി ആപ്പിലൂടെ ആദ്യത്തെ ഒരു ക്ലാസ് തന്നെ CVയുടെ പ്രിപ്പറേഷൻ ആയിരുന്നു, നോൺ ടെക്നിക്കൽ സെഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ നിന്ന് നമ്മൾ ആദ്യം ഒരു CV അപ്ഡേറ്റ് ചെയ്തു, അന്നേരം കറക്ഷൻ വന്നു, വീണ്ടും രണ്ടാമതൊരു CV അപ്ഡേറ്റ് ചെയ്ത്. അത് അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള CV ആയിരുന്നു. കാരണം എൻ്റെ ആദ്യം ഉണ്ടായിരുന്ന CV ഞാൻ പലയിടത്തും അയച്ചിട്ട് നമുക്ക് ഒരു കോള് പോലും ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു. പിന്നീട് ഞാൻ അത് എഡിറ്റ് ചെയ്തിട്ട് അയച്ചിട്ടുള്ള CV നിന്നും പലയിടത്തുനിന്നും കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അനശ്വര സ്വന്തമായിട്ട് തന്നെ എഡിറ്റ് ചെയ്യുന്നു? ഞാൻ സ്വന്തമായിട്ട് തന്നെ എഡിറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് അതിനകത്ത് എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യണമെന്നുള്ള ഗൈഡൻസ് നമുക്ക് എൻട്രി ആപ്പിലൂടെ ആയിരുന്നു കിട്ടിയത്. അതിനുശേഷം പിന്നീട് ഞാൻ മെയിനായിട്ട് പോകുന്ന മുമ്പ് CV ഒന്ന് നോക്കും. ഇൻ കേസ് നമുക്ക് അറിയാൻ വയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതങ്ങ് എഡിറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയും. കാരണം ഇൻ കേസ് ചിലപ്പോൾ നമ്മളത് കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ വയ്യാത്ത പോയിന്റ് അല്ലെങ്കിൽ ചിലപ്പോൾ അവർ പിടിച്ച് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം മാക്സിമം നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് മാത്രമേ ഞാൻ CV ഉൾപ്പെടുത്തിയിട്ടുള്ളായിരുന്നുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ അതിനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാ പോയിന്റ്സിനെ കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടായിരുന്നു. ഇൻ കേസ് അവർ എങ്ങനെ ചോദിക്കും, കാരണം നമുക്ക് കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ളത്. ഇപ്പം പലയിടത്തും ചെല്ലുമ്പം ഇപ്പം ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന രീതി ആയിരിക്കത്തില്ല അടുത്തടുത്ത് പോകുമ്പം. അപ്പം പല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഏതൊക്കെ മേഖലകളിൽ നിന്ന് ചോദിക്കും എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഞാൻ ഈ ഒരു ഇത് പഠിച്ചിട്ടായിരിക്കും അടുത്ത ഇൻ്റർവ്യൂവിന് പോകുന്നത്. അന്നേരം ഏകദേശം നമുക്കൊരു അവസാന ഘട്ടത്തിലോട്ട് ആയപ്പോഴത്തേനും ഒരു 80-85% നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഒരു ബൈഹാർട്ട് ആക്കിയായിരുന്നു. ഏകദേശം നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത് അറിയാം. ഇപ്പം ഞാൻ ലാസ്റ്റ് ഇവിടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ വരുന്ന സമയത്തും നമ്മൾ സാധാരണ സ്റ്റീലിൻ്റെ വെയിറ്റൊക്കെ അവർ എങ്ങനെ നമ്മളോട് ചോദിക്കും. അത് സാധാരണ നമുക്കറിയാവുന്ന D²/162 അത് ഞാൻ ആ ഒരു ഫോർമുല ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഇത്ര വെയിറ്റ് ആണെന്നുള്ളത് കാണാപ്പാടം പഠിച്ചിട്ടില്ലായിരുന്നു. അപ്പം കാണാം കറക്റ്റായിട്ട് അവിടെ വന്നപ്പം കാണാം അവിടെ അത് ചോദിച്ച്. അന്നേരം ഞാൻ വിചാരിച്ചു ഇത്രയും പ്രാവശ്യമായിട്ട് ഞാൻ അന്നേരം ചോദിക്കുന്ന സമയത്ത് ഞാൻ അവിടെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് അടുത്ത സ്കൈലൈനിലെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാനത് കാണാപ്പാടം പഠിച്ച് സൂക്ഷ്മം പോലെ അത് അവിടെ ചോദിക്കുകയും ചെയ്ത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ആ ഫോർമുല ഒന്നും നോക്കാതെ പെട്ടെന്ന് പറയാൻ പറ്റിയായിരുന്നു. അപ്പോൾ അവിടെ നമുക്കൊരു പ്ലസ് പോയിന്റ് കിട്ടുകയോ ചെയ്തത്. അങ്ങനെ ഓരോ പ്രാവശ്യം ഇൻ്റർവ്യൂ കഴിയും തോറും ഓരോന്നിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും നമുക്കത് അത്രയും ബെനിഫിറ്റ് ആയിട്ട് മാറി. അങ്ങനെയായിരുന്നു ഞാൻ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർഡ് ആയിട്ട് പോകുന്നത്. പിന്നെ ഇവിടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ വന്ന സമയത്ത് ഇതുപോലെ നമ്മളോട് ചോദിച്ചു എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇതുപോലെ നമുക്കൊരു വർക്ക് തന്നു. സിമ്പിളായിട്ടുള്ള വർക്കായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂറെടുത്ത് അതിൻ്റെ 2-3 വർക്ക് നമ്മൾ ചെയ്ത് കാണിച്ചു. അതിനുശേഷം പിന്നെ ഒരു 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് റിസൾട്ട് അറിയുന്നത്. അപ്പം വൈകിയത് കൊണ്ടാണ്, ആ റിസൾട്ട് അറിയാൻ താമസിച്ചുകൊണ്ടാണ് ഇവിടെ സ്കൈലൈനിലും കൂടെ നോക്കുന്നത്. സ്കൈലൈനിൽ നോക്കുന്നു, അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പം കാണാം റിസൾട്ട് അറിഞ്ഞ്. അതിന് മുമ്പായിട്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലും അറിഞ്ഞു. അപ്പോൾ 2 ഇങ്ങനെ കിട്ടി. ഇനി ഏത് എടുക്കണം എന്നുള്ളൊരു ഇതായിരുന്നു പിന്നെ ഉള്ള ചിന്ത. വീട്ടുകാരുടെ റെസ്പോൺസ് ഒക്കെ എന്തായിരുന്നു? വീട്ടുകാരുടെ എന്ന് പറഞ്ഞാൽ രണ്ടും കിട്ടി ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം കോൺഫിഡൻറ്റ് ഗ്രൂപ്പും സ്കൈലൈൻ 2
അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള 2 ബിൽഡേഴ്സാണ്. അപ്പം എന്തെടുത്താലും വീട്ടുകാർക്ക് സന്തോഷമായിരുന്നു. കാരണം ഒരിടത്ത് ഇങ്ങനെ ഒരു കമ്പനി വർക്ക് ചെയ്യാൻ കിട്ടുന്ന തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. പിന്നീട് എനിക്ക് ചില സാഹചര്യ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഞാൻ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എടുക്കാതിരുന്നത്. പിന്നീട് ഞാൻ വെച്ചത് സ്കൈലൈൻ, അതാകുമ്പം കോർപ്പറേറ്റ് ഓഫീസിലാണ്, അപ്പോൾ ഓഫീസ് വർക്കാണ്. അങ്ങനെയാണ് ഞാൻ സ്കൈലൈൻ ചൂസ് ചെയ്യുന്നത്. തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഓഫീസ് വർക്കാണ്, എനിക്ക് ഓഫീസ് വർക്കാണ് കൂടുതൽ ഇഷ്ടം. കാരണം ഇല്ലെങ്കിൽ പല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് എനിക്ക് സൈറ്റിലായിട്ട് നിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അല്ല, തുടക്കത്തിൽ അത് പറഞ്ഞു. പിന്നെ ആ ഒരു ജേർണിയിൽ അവസാനം അനശ്വര അവിടെ വന്ന് എത്തുകയും ചെയ്തു. നമ്മുടെ ആഗ്രഹങ്ങളാണല്ലോ നമ്മളെ എത്തിക്കുക. പക്ഷെ അതിന്റെ പിന്നിൽ അനശ്വര ഒരുപാട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തതാണ് പലർക്കും ഉള്ളതാണ്. അതായത് ഇപ്പം 1-2 ഇന്റർവ്യൂ പോയി കിട്ടാതെ വരുമ്പോഴത്തേന് സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും. എത്ര നോക്കിയിട്ടും ശ്രമിക്കുന്നില്ല. ചിലപ്പോൾ ഇത് നമ്മുടെ ഫീൽഡല്ല എന്ന് വെച്ചിട്ട് തിരിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഫീൽഡിലോട്ട് തിരിഞ്ഞു പോകാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓരോ പ്രാവശ്യം വരുന്ന ആ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം പോയിക്കൊണ്ടിരിക്കുക, നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നുണ്ടെന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായത് അങ്ങനായിരുന്നു. ആദ്യത്തെ കുറേ തോൽവികളൊക്കെ ഉണ്ടായെങ്കിലും ശരി തന്നെ പിന്നീട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ട്രിവാൻഡ്രത്ത് നിൽക്കുന്ന സമയത്ത് ഇതുപോലെ 2-3 കിംസ് ഹോസ്പിറ്റലിൻ്റെ തന്നെ ഒരു കൺസെഷൻ ഉണ്ട്. ആദ്യം ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു, എനിക്കത് കിട്ടിയില്ലായിരുന്നു. അവർ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ളവരെ കിട്ടി. പക്ഷേ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും എന്നെ കോൺടാക്ട് ചെയ്ത് എവിടെയെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടോ, വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്കും നമ്മളൊരു സേഫ് സോൺ വിട്ട് കളിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് കുറച്ച് ഉള്ളിലോട്ടാണ്. അപ്പം ഞാനിങ്ങനെ വീടെടുത്തേക്കുന്നത് ഇങ്ങനെ പട്ടം ഭാഗത്താണ്. പിന്നെ അങ്ങ് വരെ പോകുക എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ വിചാരിച്ച് വേണ്ട, ഇപ്പം നിലവിൽ നിൽക്കുന്ന കമ്പനി തന്നെ നിൽക്കും. ഇനി എവിടെയെങ്കിലും കയറുമ്പോൾ ഹൈ റൈസ് ബിൽഡിങ്ങിലോട്ട് കയറാം എന്ന ചിന്തയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പായിട്ട് ഇവിടെ കോട്ടയം ആ ഒരു റീജിയനിൽ നിന്ന് ഒരു കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ ഇതുപോലെ പറഞ്ഞു കയറുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് അതിന് ശേഷം വീണ്ടും 2-3 പ്രാവശ്യം കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവർ നമ്മുടെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു, അവർക്ക് ഓക്കെ ആണ്. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പാക്കേജ് തരാം. അത് പക്ഷേ ഞാൻ നോക്കിയപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്. അപ്പം വീണ്ടും റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലോട്ട് തന്നെ ആയിപ്പോൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സാറിനോട് പറഞ്ഞു, സാർ ഞാൻ ഇപ്പം നോക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം സ്കൈലൈനിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് പിന്നെ സാറിനെ വീണ്ടും വിളിച്ച് അനശ്വര ഇതുപോലെ വേക്കൻസി വന്നിട്ടുണ്ട്, കയറാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച്. സത്യത്തിൽ പറയാമല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് എന്നെക്കുറിച്ച് തന്നെ എനിക്കൊരു അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു. ഞാൻ ഇതിൽ നോട്ടീസ് ചെയ്തത് അനശ്വരയ്ക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നു, ലൈക്ക് റെസിഡൻഷ്യൽ ബിൽഡിങ്സിലൊക്കെ വന്നു. ബട്ട് അനശ്വര ആദ്യം തന്നെ അനശ്വരയുടെ ഗോള് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഐ വോണ്ട് ഹൈ റൈസ് ബിൽഡിങ്സ് അല്ലെങ്കിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്യണം എന്നുള്ളത്. സോ യു കീപ്പ് ഓൺ എന്താ പറയുക, അതിലേക്ക് എത്താനുള്ളൊരു പാത്ത് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് ഗ്രേറ്റ്. കാരണം ആ ഒരു വഴിയിലോട്ട് ഒരുപാട് തടസ്സങ്ങളും ഉണ്ടായിരുന്നു വരാനായിട്ട്. കാരണം ഒരു ഹൈറൈസ് ബിൽഡിങ്ങിൽ കയറണമെന്നുണ്ടെങ്കിൽ അവർ ആ എക്സ്പീരിയൻസ് നോക്കും. ഹൈറൈസ് ബിൽഡിംഗ് എക്സ്പീരിയൻസ് നോക്കിയിട്ട് മാത്രമേ അവർ എടുക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേന് എനിക്ക് കയറാൻ പറ്റുമോ എന്നുള്ളൊരു അങ്ങനെ എൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെ നിന്നു പോകുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് ആ ശ്രമത്തിനൊരു പ്രചോദനം നൽകിയെന്ന് പറഞ്ഞാൽ നമ്മുടെ എഞ്ചിനീയർനെസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ നിന്നായിരുന്നു. കാരണം നമുക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ ജുബൈർ സാറിൻ്റെ ഒരു ക്ലാസ് എന്നല്ല, നമുക്കൊരു സെക്ഷനുണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് സെലക്റ്റീവായിട്ടുള്ള ഇതല്ലേ ഇങ്ങനെ കരിയർ അച്ചീവ്മെൻറ്റ് നേടണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് ആൾക്കാരൊരു ഗ്രൂപ്പാണ്. എനിക്ക് ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ എത്താൻ സാറിൻ്റെ നല്ല രീതിയിൽ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യങ്ങളിൽ ഇങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തും പോകുന്ന സമയങ്ങളിലെല്ലാം സാറ് പറയും ഓക്കെ ക്യാരി ഓൺ. നമുക്ക് ഓരോ ദിവസവും കഴിയുന്നതോടും നമുക്ക് നല്ല രീതിയിൽ കോൺഫിഡൻസ് കിട്ടി. അന്നേരം നമ്മളിങ്ങനെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രൂപ്പിലുള്ള പലവരും പല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, അവർക്ക് കിട്ടുന്നു എന്ന് മനസ്സിലാവുമ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലും തോന്നും എനിക്കും കിട്ടും. ആ ഒരു വാശി നമുക്ക് വന്നു തുടങ്ങി. ആ ഒരു വാശിയിലൂടെയായിരുന്നു പിന്നീട് കടന്നു പോയത്. പക്ഷെ അത് എനിക്ക് സത്യം പറയാമല്ലോ എന്നെ നല്ല രീതിയിൽ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജുബൈർ സർ എൻജിനീയേഴ്സ് നെക്സ്റ്റിൽ എൻട്രിയിൽ ഒരുപാട് സ്റ്റുഡൻസ് ചേർന്നിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. പ്ലേസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പം ഈ അടുത്ത് അൽഫ എന്ന് പറയുന്ന ഒരു കുട്ടി പ്ലേസ്ഡ് ആയിട്ടുണ്ടായിരുന്നു, കാർബൺ ബ്ലൂ ഗ്ലോബൽ. അതേപോലെ തന്നെ പുള്ളിക്കാരിയുടെ പോഡ്കാസ്റ്റ് നമ്മൾ കഴിഞ്ഞ മാസം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും എൻജിനീയേഴ്സ് നെക്സ്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ട്. അത് ബിക്കോസ് നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സത്യം പറയാം നമ്മൾ ആ
കമ്മ്യൂണിറ്റി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലും നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഉണ്ടാവും. കാരണം ഇപ്പം തന്നെ എൻ്റെ കമ്പനിയിൽ ഇപ്പം വേക്കൻസി വരുന്ന സമയത്ത് ഞാൻ അതിനകത്തോട്ട് പോസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ പലയിടത്തു നിന്നുമുള്ള ആൾക്കാർ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. നമുക്ക് ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മെൻറ്റാലിറ്റി നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ഒരു അച്ചീവ്മെന്റ് ആണ്. നെറ്റ്വർക്കിംഗ് എനിക്ക് ആദ്യം ലിങ്ക്ഡിനിൽ ഞാൻ കയറുന്ന സമയത്ത് തന്നെ ചോദിക്കാൻ വരുമായിരുന്നു, ലിങ്ക്ഡിനിൽ ഈ കോഴ്സ് ചെയ്ത് പ്ലേസ്ഡ് ആവുന്നതിന് മുന്നേ എത്ര കണക്ഷൻസ് ഉണ്ടായിരുന്നു? അത് വിരലിൽ എണ്ണാവുന്ന കണക്ഷൻ മാത്രമേ ഉള്ളൂ. ആദ്യം ഞാൻ ഈ നമ്മുടെ ഇതിനകത്ത് കോഴ്സ് എടുക്കുന്ന സമയത്തും അത്ര ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു. ജസ്റ്റ് ലിങ്ക്ഡിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതുപോലെ ജോബ് ഓപ്പർച്യൂണിറ്റി വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് കയറി ജോയിൻ ചെയ്തു. എനിക്കൊന്ന് 10 താഴെ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അങ്ങനെ നമ്മളുടെ ഈ കമ്മ്യൂണിറ്റിയിൽ കയറുമ്പോൾ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞ ടാസ്ക് എന്ന് പറഞ്ഞാൽ സാറ് തന്നത് ഇതുപോലെ ഓരോ ദിവസവും കണക്ഷൻ കൂട്ടിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ അത് 500 ആക്കണമെന്നായിരുന്നു സാറ് പറഞ്ഞിരുന്നത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടൊരു മത്സരമാണ്. നമുക്കിങ്ങനെ ഒരാൾ നമ്മളെ ഇങ്ങനെ പുറകിൽ നിന്ന് പുഷ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം ഓരോ ദിവസം ഇങ്ങനെ കഴിയുമ്പോൾ ആദ്യത്തെ ദിവസം 200 അപ്പം കാണാൻ ഓരോരുത്തർ 500 അപ്പം എനിക്കും ഇനി 500 എത്തണം. അങ്ങനെ അടുത്ത് കുത്തിയിരുന്ന് എല്ലാവർക്കും കണക്ഷൻസ് അയച്ചു തുടങ്ങി. ആദ്യമൊന്നും നമ്മുടെ കണക്ഷൻസ് തന്നെ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ കണക്ഷൻസ് അങ്ങനെയല്ല. ഇപ്പം ഇങ്ങോട്ട് എനിക്ക് ഇപ്പം ഞാൻ ഇവിടെ കയറുന്ന മുമ്പ് തന്നെ എനിക്ക് 7 റിക്വസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കുറച്ചും കൂടി ഒരു പോപ്പുലർ ആയതുപോലെ നമുക്കൊരു ഫീലിംഗ് ആണ്. നിങ്ങൾ നോൺ ടെക്നിക്കൽ സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ മൊയ്തീൻ സർ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അദ്ദേഹം എങ്ങനെയാണ് ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത് അന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളത് വലിയ കാര്യമായിട്ട് അന്നത് ഫോക്കസ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത് ഈ എഞ്ചിനീയർ നെസ്റ്റിൽ ശേഷമാണ്. അതിനുശേഷം ഇപ്പം എനിക്ക് 700+ ഉണ്ട്, കണക്ഷൻസ് കൂടിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ ജോലി തിരക്കുകൾ കാരണം എനിക്കിപ്പം കുത്തിയിരുന്ന് അങ്ങോട്ട് കണക്ഷൻസ് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല ഇപ്പം. പക്ഷെ അതുകൊണ്ട് എന്താ ഇങ്ങോട്ട് എനിക്ക് കണക്ഷൻസ് വരുന്നുണ്ട്. പലരും ഇങ്ങോട്ട് നമ്മളുടെ പ്രൊഫൈല് കണ്ടിട്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പലയിടത്തു നിന്ന് HR നമ്മളെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ലിങ്ക്ഡിൻ ത്രൂ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് അന്വേഷിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്, അനശ്വര ഇതെല്ലാം വേക്കൻസി ഉണ്ടോ, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 3-4 കണക്ഷൻസ് അങ്ങനെ വന്നായിരുന്നു. അപ്പം ഞാൻ ഇതുപോലെ പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെ കയറിയിട്ട് 2 മാസം ആവുന്നതേ ഉള്ളൂ. ഒരു കമ്പനി കയറിയിട്ട് പെട്ടെന്ന് ഇറങ്ങുക എന്നുള്ളത് അതും വലിയൊരു ഘടകമാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം കയറിയതേ ഉള്ളൂ, ഞാനിപ്പം വേറെ നോക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് അറിയാവുന്നവരെ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ എൻട്രിയിൽ ഇപ്പം ഈ ക്വാണ്ടിറ്റി സർവേയിങ് എന്നുള്ള കോഴ്സ് തുടങ്ങാൻ കാരണം തന്നെ നമ്മുടെ എന്താ പറയുക കരിയറിനെ അപ്സ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പഠിത്തം അല്ലെങ്കിൽ നോളജ് അക്വയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മുടെ ലൈഫ് ടൈമിൽ നിന്നുള്ളൊരു ഗോളിലെ കാരണമാണ്. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞോളൂ, നമ്മൾ കോളേജിൽ പഠിക്കുന്നത് ദാറ്റ് ഈസ് നോട്ട് ഇനഫ് അല്ലേ. നമ്മൾ റിയൽ വേൾഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് സ്കിൽസ് നേടേണ്ടതായിട്ടുണ്ട്. അപ്പം പുതിയതായിട്ട് ഗ്രാജുവേറ്റ് ചെയ്ത് വരുന്ന സ്റ്റുഡൻസിന് അനശ്വരയ്ക്ക് എന്ത് മെസ്സേജ് ആയിരിക്കും കൊടുക്കാനുണ്ടാവുക അപ്സ്കിൽ ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് വരുന്ന സമയത്ത്? ഇപ്പം താല്പര്യം ഇല്ലാത്ത ഒരാൾ QS എടുത്തുകൊണ്ട് താല്പര്യമില്ല, അങ്ങനെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഇപ്പം ഇൻ കേസ് QS എന്ന ഫീൽഡ് ഇഷ്ടമാണ്, കാരണം എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലും ഓഫീസ് വർക്ക് വരുന്നതുകൊണ്ട് ഫീൽഡ് വർക്ക് വരുന്നതുകൊണ്ട് ഇപ്പം താല്പര്യമുള്ളവർക്ക് ഇത് എടുത്തു കഴിഞ്ഞിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ഭാവി തന്നെ അവർക്ക് സുരക്ഷിതമാക്കാൻ പറ്റും. കാരണം ഇഷ്ടംപോലെ നമുക്കറിയാം ഇവിടെ ഇഷ്ടംപോലെ കൺസ്ട്രക്ഷൻ കമ്പനീസ് ഉണ്ട്, എല്ലായിടത്തും QSൻ്റെ വേക്കൻസിയും ഉണ്ട്. അപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും വെറുതെ ആവത്തില്ല, നമുക്ക് താല്പര്യവും കൂടെ വേണം. അതായത് നമുക്ക് എനിക്ക് ഇത് പഠിച്ചാൽ ഇപ്പം ഇൻ കേസ് ചിലവർ പഠിക്കുന്ന സമയത്ത് ഇതൊരു പാടായിട്ട് കുത്തിയിരുന്ന് പഠിച്ചിട്ട് ജസ്റ്റ് ഇത് എങ്ങനെയൊക്കെയാണെന്നോ അങ്ങനെ നോക്കി പഠിച്ചിട്ട് കാര്യമില്ല. അന്നേരം തന്നെ നമുക്കൊരു ഐഡിയയിലൂടെയാണ് പോകുന്നത്. ഇൻ കേസ് എനിക്ക് തന്നെ ഇപ്പം സൈറ്റ് വലിയ പരിചയമില്ല, ഇപ്പം പലയിടത്തും പല ബീമിൻ്റെയൊക്കെ ഇത് വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് തിങ്കിങ് ചെയ്യണം. അത് ഇന്നടത്തോട്ട് വന്നു കഴിയുമ്പം ഇന്നടത്തത് എടുക്കണോ എന്നൊരു നമുക്കൊരു കൺഫ്യൂഷൻ വരും. ആ ഒരു സമയത്ത് നമ്മൾ ആലോചിച്ച് നമുക്ക് എടുക്കാൻ പറ്റണം. അങ്ങനെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായാലും നമുക്ക് ഇതെല്ലാം നമുക്ക് ആലോചിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ ഫീൽഡിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർക്ക് നല്ലൊരു ഭാവിയാണ്. കാരണം ഒരു 4-5 വർഷത്തോളം നിന്നിട്ടും കൂടി കയറുമ്പോഴത്തേക്കും പുറത്ത് പോകുന്നവരും ഉണ്ട്.
പുറത്ത് പോയി കഴിഞ്ഞാൽ നല്ല സാലറി ഉണ്ട്, മിഡിൽ ഈസ്റ്റിലും മറ്റും മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സാലറി ഉള്ളതുണ്ട്. ഇപ്പം നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ലൊക്കാലിറ്റി നോക്കുന്നത്. ഇപ്പം നമ്മുടെ ഇപ്പം നല്ല അത്യാവശ്യം നല്ല കമ്പനീസിലൂടെ കയറി കഴിഞ്ഞാൽ നല്ല സാലറി കിട്ടും, ഒരു 4-5 വർഷത്തെ എക്സ്പീരിയൻസുമായിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ താല്പര്യമുണ്ട് നാട്ടിലൊക്കെ നിന്ന് ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ പുറത്ത് പോകുന്നതായാലും കുഴപ്പമില്ല, കാരണം ഇത് പഠിച്ചിട്ട് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നല്ല വേക്കൻസി ഉള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഫീൽഡിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതേപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് അതേ കോർ ഫീൽഡിൽ തന്നെ അതേ ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അതായത് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പല ഫീൽഡിലോട്ട് തിരിഞ്ഞു പോകുന്നവരുണ്ട്. പക്ഷെ ഇത് നമ്മൾ അവരുടെ കോർ ഫീൽഡാണ്. എല്ലാവരും രണ്ട് പറയുന്നതും അതാണ്, ഏതായാലും നിനക്ക് നിന്റെ ഫീൽഡ് തന്നെ കിട്ടിയല്ലോ എന്നാണ് പറയുന്നത്. അല്ല, നമ്മൾ ഒരു ഇത്ര കാലം പഠിക്കുന്നു, ഡിപ്ലോമ കഴിഞ്ഞു, ബിടെക് കഴിഞ്ഞു, എന്നിട്ട് അതിൽ നിന്ന് സിവിലിൽ നിന്ന് മാറി ചിന്തിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം നമ്മൾ ഏകദേശം ഒരു 6 വർഷത്തോളം നമ്മൾ അതിനായിട്ട് മാറ്റി വെച്ചതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഫീൽഡിലോട്ട് തിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു 6 വർഷം നമ്മൾ വെറുതെ കളയുക. ഇതിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് നഷ്ടബോധം തോന്നത്തില്ല. കാരണം ഞാൻ പഠിച്ചതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോഴും വരുന്നത് ഞാൻ ഈ നിലയിൽ എത്തിയത് തന്നെ അവിടെ നിന്ന് കിട്ടിയൊരു ബേസിക്കാണ്. അപ്പം നമുക്ക് തോന്നുമ്പോൾ നമുക്ക് തന്നെ ഒരു അഭിമാനം തോന്നത്തേ ഉള്ളൂ, ഞാൻ എൻ്റെ ഫീൽഡ് വിട്ടല്ലല്ലോ നിൽക്കുന്നത്. പലർക്കും അങ്ങനെ വിഷമം വരും, കാരണം സിവിൽ കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഫീൽഡിലോട്ട് തിരിഞ്ഞു പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പം അതിനെക്കാട്ടി എന്തുകൊണ്ട് ബെറ്റർ ആണിത്. അതേപോലെ തന്നെ ഇപ്പം ഓൾമോസ്റ്റ് ഈ ഒരു ജേർണീനെ കുറിച്ച് അനശ്വര പറഞ്ഞു, എങ്ങനെയാണ് ഈ ഒരു ഇപ്പം കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു, അതിന് മുന്നേ വർക്ക് ചെയ്തിരുന്നു, അതിനുശേഷം പ്ലേസ്മെൻറ്റ്സിലൂടെ ജോലിയിലും കയറി. അപ്പം എന്തെങ്കിലും ഈ ഒരു ജേർണിയിൽ എന്താ പറയുക, കിട്ടിയ സപ്പോർട്ട്സിലോ അല്ലെങ്കിൽ ഭയങ്കര മെസ്മറൈസിങ് ആയിട്ട് തോന്നിയ എന്തെങ്കിലും മൊമെൻറ്റ്, ഇപ്പോൾ നമ്മൾ സംസാരിച്ചതല്ലാതെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്ന മൊമെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സോ ബേസിക്കലി ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് കിട്ടി വന്ന ആ ഒരു ടൈമിൽ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നത് പ്രൗഡ് മൊമെൻ്റ് എന്നുള്ള പോലെ. എനിക്ക് ഭയങ്കര അഭിമാനമായിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലെ ഇൻ്റർവ്യൂവിൻ്റെ അത് വിളിച്ചത്, സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നതായിരുന്നു. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഹൈറൈസ് ബിൽഡിങ്ങിന്. ആദ്യമായിട്ടൊരു ഇൻ്റർവ്യൂ കോൾ വരുന്നതും അവിടെ നിന്നായിരുന്നു. എന്നിട്ട് അവർ വിളിച്ചിട്ട് ഒരു വൈകുന്നേരം സമയമായിരുന്നു വിളിച്ചിട്ട് ഇതുപോലെ എന്നോട് പറഞ്ഞു, അനശ്വര ഇതുപോലെ ക്വാളിഫൈ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അന്നേരം ഞാൻ ഇത് ചെന്ന് അമ്മയോടും ഹസ്ബൻഡിനോടും ചേച്ചിയോടൊക്കെ പറഞ്ഞപ്പം അവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു കഷ്ടപ്പാടിന് എനിക്കൊരു കിട്ടിയ ഒരു റിസൾട്ടായിട്ടാണ് ഞാൻ അന്നത് കണ്ടത്. അതിനുശേഷമാണ് പിന്നീട് എനിക്ക് സ്കൈലൈനിലും കിട്ടിയത്. അന്നേരം നമ്മളുടെ ആഗ്രഹം നമ്മൾ നഷ്ടപ്പെടുത്താതെ ഇങ്ങനെ കൊണ്ട് നടന്നപ്പോൾ നമുക്കത് സാധിക്കാൻ പറ്റിയല്ലോ. അതിനൊരു വലിയൊരു അഭിമാനമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. കാരണം നമ്മുടെ ആ കഷ്ടപ്പാടിന് ഫലം കണ്ടല്ലോ. അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത്, അതായിരുന്നു. ഞാൻ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ആളുകൾ എന്താ പറയുക, കരിയർ ഗ്യാപ്പ് നേരിടുന്നവരുണ്ട്. അപ്പോൾ സ്ത്രീകളിൽ തന്നെ, കാരണം പഠിത്തം കഴിഞ്ഞ് ചിലപ്പം നേരത്തെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവാം, അത് കഴിഞ്ഞ് ക്യാരിയിങ് ആയിരിക്കാം. അപ്പോൾ കരിയർ ഗ്യാപ്പ് ഒരു വലിയൊരു ചലഞ്ചാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുരുഷന്മാരെക്കാളും ഏറ്റവും കൂടുതൽ കരിയറിൽ ചലഞ്ചസ് ചിലപ്പം ഫേസ് ചെയ്യുന്ന സ്ത്രീകൾ തന്നെ ആയിരിക്കാം. അപ്പം അവർക്കുള്ളൊരു മെസ്സേജ് എന്തായിരിക്കും ബേസിക്കലി അനശ്വരയുടെ ഭാഗത്തുനിന്ന് എന്തായിരിക്കും നൽകാനുണ്ടാവുക? ഇപ്പം പൊതുവെ സ്ത്രീകൾക്കാണെങ്കിൽ ഇപ്പം പലർക്കും പല ആഗ്രഹങ്ങൾ കാണും. കാരണം കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആകുമ്പോഴത്തേന് അവർക്ക് കൊച്ചുങ്ങളെയൊക്കെ നോക്കി വീട്ടിലൊക്കെ ഒതുങ്ങി പോകുന്നവരുണ്ട്, കുറേ കുട്ടികളുണ്ട്. അങ്ങനെ എൻ്റെ കൂടെ പഠിക്കുന്ന കുറേ കൊച്ചുങ്ങളുണ്ട്. പക്ഷേ അതിൽ നിന്ന് വേറിട്ട് ചിന്തിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികൾ വളർന്നു വരും, അതിനോടൊപ്പം തന്നെ നമ്മുടെ കരിയറും കൂടി നമ്മൾ നോക്കണം. ഇല്ലെങ്കിൽ കുട്ടികൾ വളർന്നു വന്ന ഒരു സമയമാകുമ്പോഴത്തേന് അമ്മ എന്തമ്മ ഇങ്ങനെ നിന്നു, അമ്മ ഇത്രയും പഠിച്ചിട്ട് അമ്മ എന്താ ഇവിടെ ഇങ്ങനെ നിന്ന് പോയേ എന്നൊരു സമയത്ത് അവർ നമ്മളെ കൊണ്ട് ചോദിക്കരുത്. അത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക. ഇപ്പം തന്നെ എൻ്റെ സമയത്ത് എനിക്കൊരു കരിയർ ബ്രേക്ക് ഉണ്ടായി. അതായാലും കൊറോണ ടൈം ആയതുകൊണ്ട് അത് വലിയ രീതി ബാധിച്ചില്ലായിരുന്നു. അന്നേരം ഇപ്പം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓൺലൈൻ കോഴ്സ് ആയാലും ഇപ്പം കുട്ടികളെ നമുക്ക് വീട്ടിൽ നോക്കാമല്ലോ. കുട്ടികൾ നോക്കിക്കൊണ്ട് തന്നെ രാത്രിയിൽ ഇപ്പം ഹസ്ബൻഡ് പോയിട്ട് വരുന്ന സമയത്തായാലും ആ 1 മണിക്കൂർ നേരം മതിയല്ലോ അവർക്ക് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ. പിന്നെ അതിനുശേഷം വരുന്ന പ്രോജക്റ്റ് ആയാലും അസൈൻമെൻ്റ് ആയാലും ഇപ്പം കുട്ടികൾ ഉറങ്ങുന്ന സമയത്തായാലും വീട്ടിലെ പേരൻസ് ആയാലും ഉള്ള സമയത്തായാലും കുഞ്ഞിനെ ഒന്ന് ഏൽപ്പിച്ചതിന് ശേഷം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നമുക്ക് അന്നേരം ആ ഒരു ബ്രേക്ക് ഉണ്ടാകുന്നത് നമുക്ക് മറികടക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ചെയ്ത് തുടങ്ങും. പിന്നെ
പതുക്കെ കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് അടുത്തുള്ള ഫേമിലാണ് പോയി ഒന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം കുഞ്ഞുങ്ങൾ ഒരു സ്കൂളിൽ ഇല്ലെങ്കിൽ ഒരു LKG ഇല്ലെങ്കിൽ പ്ലേ സ്കൂളിലൊക്കെ പോകുന്ന ടൈം ആകുമ്പോൾ അവരെ അങ്ങോട്ട് വിട്ടതിന് ശേഷം നമുക്കായാലും പോയി എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാൻ പറ്റും, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം പറഞ്ഞാൽ ഈ ഒരു കരിയർ ബ്രേക്ക് നമുക്ക് ഏറ്റവും പ്രധാനം, നമ്മളൊരു പ്രൈവറ്റ് ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ കരിയർ ബ്രേക്ക് അവർ പ്രധാനമായിട്ട് ചോദിക്കുക എന്തുകൊണ്ടാണ് കരിയർ ബ്രേക്ക് വന്നത്, അതൊക്കെ അവർ നോട്ടീസ് ചെയ്യും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ കുട്ടികളുണ്ടെങ്കിലും ശരി തന്നെ അതിനോടൊപ്പം തന്നെ നമ്മളും നമ്മുടെ കരിയറും കൂടെ നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലോട്ട് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഞാൻ ആ ഒരു രീതിയിലൂടെ കടന്നു വന്നതാണ്. എന്നിട്ടാണ് ഇപ്പം എൻ്റെ മോനിപ്പോൾ ഏകദേശം 4 വയസ്സായി. എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ അച്ഛൻ്റെ ഭാഗത്തു നിന്നായാലും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് എടുത്തു പറയണമല്ലോ. അവരുടെ സപ്പോർട്ടും കൂടെ ഉണ്ടായത് കൊണ്ടാണ് ഇപ്പം ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോഴും എനിക്ക് എൻ്റെ മോൻ വീട്ടിൽ സുരക്ഷിതനാണ്. അതാണ് അവരുടെ ഹെൽപ്പും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ നമ്മുടെ അംബിഷൻസ് കൊണ്ടുപോവുക, ഒപ്പം സാധിക്കും. അതിനുവേണ്ടി വർക്ക് ചെയ്യുക, എന്തായാലും സാധിക്കും അത്. അതെ, റൈറ്റ്. സോ അനശ്വര, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ സെഷൻ. ഞാനും എന്താ പറയുക, ഭയങ്കര മോട്ടിവേറ്റഡ് ആയി ബേസിക്കലി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻട്രിയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരാളുണ്ട്, 2 പ്ലേസ്മെൻറ്റ്സ് ഒരുമിച്ച് കിട്ടിയെന്ന് അറിഞ്ഞത്. ബട്ട് അനശ്വരയുടെ പോഡ്കാസ്റ്റ് എടുക്കാൻ ഇന്ന് ജുബൈർ സാർ ആയിരുന്നു വരേണ്ടത്. ബട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് ട്രാവലിംഗ് ഉള്ളത് കൊണ്ട് ഞാൻ അസൈൻ ചെയ്യാനുണ്ടായത്. അപ്പം ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ആ ഒരു എക്സ്പീരിയൻസ് അനശ്വരയുടെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ എങ്ങനെയാണ് എൻട്രി ത്രൂ ഈ കോഴ്സ് ആളുകൾക്ക് ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. മുന്നോട്ടുള്ള ജേർണിയിലും ഇതേ ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഇനിയും കൂടുതൽ അവസരങ്ങൾ അനശ്വരനെ തേടി എത്തട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. എൻട്രി ആയിട്ട് ആ ഒരു ബന്ധം കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. എൻജിനീയേഴ്സ് നെക്സ്റ്റ് എന്ന് പറയുന്ന ആ കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവ് ആയിക്കൊണ്ടേയിരിക്കുക, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. താങ്ക് യു സോ മച്ച് അനശ്വര.